സ്ഥാനാർത്ഥി നിർണയത്തിനായി പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് AICC സ്ക്രീനിംഗ് കമ്മിറ്റി. സംസ്ഥാനത്തെ 16 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്ക് പേരുകൾ നിർദ്ദേശിക്കാം. ഹൈക്കമാൻഡാകും അന്തിമ തീരുമാനം എടുക്കുക. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം 15-ന് ദില്ലിയിൽ ചേരും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്നു എന്നുള്ള ഒരു വിവരം, അതോടൊപ്പം തന്നെ കണ്ണൂരിലും ആലപ്പുഴയിലും പുതുമുഖങ്ങൾ, കൂടുതലായി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ സിറ്റിംഗ് MP-മാർ എന്ന നേരത്തെ തന്നെ വെച്ച ഒരു നിബന്ധന അവിടെ നിൽക്കുകയല്ലേ? എന്തൊക്കെയാണ് സാധ്യതകൾ? സുജയപാർവതി, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ ആദ്യ യോഗത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളാണ് ഇത്തരമൊരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയത്. 33 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. ആ 33 അംഗ കമ്മിറ്റിയുടെ അധ്യക്ഷൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഈ അംഗങ്ങൾക്ക് പുറമെ അതിൽ അനൗദ്യോഗികമായി 3 അംഗങ്ങളുണ്ട്. പ്രത്യേക ക്ഷണിതാക്കളായി KSU സംസ്ഥാന അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ. ഇവരോടാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് മത്സരിക്കുന്നത് 16 സീറ്റിലാണ്. നിലവിൽ മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും ആ 16 സീറ്റ്, അത് രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആയിരിക്കുന്ന വയനാട് ഉൾപ്പെടെ ഈ 16 മണ്ഡലങ്ങളിലും താല്പര്യമുള്ള അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള മത്സരിപ്പിക്കാനുള്ള നേതാക്കളുടെ പേരുകൾ, ഒപ്പം അഭിപ്രായങ്ങളും അറിയിക്കാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഈ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15-നകം തന്നെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. 15-ന് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം അത് ദില്ലിയിൽ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് കൃത്യമായ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കി ഒരു അന്തിമ തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ സ്ക്രീനിംഗ് കമ്മിറ്റി വെച്ചിരിക്കുന്നത്. ഹാരിഷ് ചൗധരിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ. ജിഗ്നേഷ് മേവാനി അടക്കമുള്ള 3 അംഗ കമ്മിറ്റിയാണ് അവരാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ സിറ്റിംഗ് MP-മാരോട് മത്സരത്തിന് സന്നദ്ധമാകാനുള്ള നിർദ്ദേശം അനൗദ്യോഗികമായി AICC ഹൈക്കമാൻഡ് നേരത്തെ നൽകിയിട്ടുണ്ട്. അവിടെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ നടത്താനാണ് അവർ നൽകിയ നിർദ്ദേശം. എന്നാൽ പോലും ഈ സിറ്റിംഗ് സീറ്റുകളിൽ പോലും ഇത്തരത്തിൽ ആളുകളുടെ പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല. അതിലൂടെ ഒരുപക്ഷെ സിറ്റിംഗ് സീറ്റുകളിലും മാറ്റം വന്നേക്കാം എന്ന സൂചനയും നമുക്ക് വിലയിരുത്താൻ കഴിയും. ഏതായാലും കണ്ണൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികളെ ഏതായാലും കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ KPCC തെരഞ്ഞെടുപ്പ് സമിതിയിൽ തന്നെ ഒരു ഉപസമിതിയെ നിശ്ചയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും UDF കൺവീനർ MM മസനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അംഗങ്ങളായ ആ സമിതി ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ യോഗം ചേർന്നു. ഇന്നലെ KPCC അധ്യക്ഷൻ പങ്കെടുത്തിരുന്നില്ല. എങ്കിൽ പോലും പ്രാഥമികമായ ചർച്ചകൾ കണ്ണൂർ, ആലപ്പുഴയിൽ ഏതൊക്കെ ആളുകളുടെ പേരുകൾ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഒരു ആലോചന ഇന്നലെ നടത്തിയിരുന്നു. റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. റോഷി പറഞ്ഞതനുസരിച്ച് കണ്ണൂരിലും ആലപ്പുഴയിലും പുതിയ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനായി കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.